ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിചിന്തനം ചെയ്യുന്ന വചനം ഒരുപക്ഷെ നിങ്ങൾക്ക് അതങ്ങനെ തോന്നണമെന്നില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണ്. ഇപ്രകാരം ആദവും ഹവ്വായും സർപ്പത്തിൻ്റെ വാക്ക് കേട്ട് പഴം പറിച്ച് തിന്നതിന് ശേഷം സർപ്പത്തോടും സ്ത്രീയോടും പറയുന്ന കാര്യമാണ്: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നമ്മളിത് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. എന്താണ് ഈ പറയുന്നത്? വലിയൊരു പ്രവചനമാണ്. ഈ പാപത്തിന് ശേഷം ദൈവം തരാൻ പോകുന്ന രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആ രക്ഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. വരാനിരിക്കുന്ന രക്ഷകൻ അവൻ നിന്റെ തലയെ തകർക്കും. സർപ്പത്തോട് പറയുകയാണ്, അവൻ നിന്റെ തലയെ തകർക്കും. സർപ്പം എന്തിൻ്റെ പ്രതീകമാണ്? സർപ്പം യഥാർത്ഥത്തിൽ തിന്മയുടെ പ്രതീകമാണ്. നമ്മൾ ചെകുത്താനെന്നോ പിശാചെന്നോ ഒക്കെ പറയുന്നുണ്ടാകും. ഇതെല്ലാം തിന്മയുടെ പ്രതീകമാണ്. ഈ ലോകത്തിൽ തിന്മയുണ്ട്. അപ്പോൾ ആ തിന്മയെ തകർക്കുന്നവൻ ആരാണ്? അവനാണ് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ. ആദവും ഹവ്വായും തിന്മ ചെയ്തു. അതിലൂടെ അവരുടെ സന്തതികളിലേക്ക് അത് സംവഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്കും ആ തിന്മയിൽ പങ്കുകാരാകേണ്ടി വന്നു. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന് കായേൻ്റെയും ആബേലിൻ്റെയും കഥയിൽ. കായേന് ആബേലിനോട് ഭയങ്കര അസൂയ. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ആബേലിൻ്റെ കാഴ്ച ദൈവം സ്വീകരിച്ചു, ആബേലിൻ്റെത് കായേൻ്റെത് സ്വീകരിച്ചുമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ദൈവം പക്ഷപാതം ചെയ്തു. പക്ഷേ പിന്നീടുള്ളൊരു ചോദ്യമുണ്ട് കായേനോട്. ആ ചോദ്യം ഇതാണ്. കായനോട് ചോദിക്കുകയാണ്, മോനെ, നിൻ്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഉചിതമായത് ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ കാഴ്ചയും ബലിയും സ്വീകരിക്കപ്പെടുകയില്ലായിരുന്നു. സ്വാഭാവികമായിട്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവൻ ഉചിതമല്ലാത്തത് എന്തോ പ്രവർത്തിച്ചു. ആ പ്രവൃത്തി എന്തായിരുന്നിരിക്കണം? ഒരുപക്ഷെ അവന് വേണ്ടിയിട്ട് നല്ല ഭാഗം എടുത്തു വയ്ക്കുകയും, അവൻ കൃഷിക്കാരനായിരുന്നു, നല്ല വിളകളെല്ലാം അവൻ എടുത്തു വെച്ചു, ഉൽപ്പന്നങ്ങളെല്ലാം അവൻ എടുത്തു വെച്ചു, ചീത്തയായതൊക്കെ ദൈവത്തിന് ബലിയർപ്പിച്ചു. അവനൊരു പക്ഷേ ചിന്തിച്ച് കാണും, ഏതായാലും ദൈവം ഇത് തിന്നാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ, എനിക്കാണത് വിറ്റാൽ കാശ് കിട്ടും, അല്ലേ അത് ഭക്ഷിക്കാം. ഇങ്ങനെയുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ പോയി കാണും. അതിനെയാണ് ദൈവം ചോദ്യം ചെയ്യുന്നത്. പിന്നീട് നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കുമ്പോൾ എപ്പോഴും ഈ ആദ്യ ഫലങ്ങളെ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് കൃഷിയുടേതായാലും മൃഗങ്ങളുടേതായാലും കുട്ടികൾ അല്ലെങ്കിൽ മനുഷ്യരുടേതായാലും. അപ്പോൾ അങ്ങനെ ഈ ആദ്യ ഫലങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് അർഹതപ്പെട്ടതാണ്. ലേവ്യരുടെ കാലത്താണെങ്കിൽ പറയും, ലേവ്യരുടെ വംശം മുഴുവൻ ദൈവം ഇപ്രകാരം തനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അതുകൊണ്ടാണ് ദൈവം ലേവ്യയുടെ വംശത്തിന് ഓഹരിയൊന്നും കൊടുക്കണ്ട എന്നും പറഞ്ഞത്. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. അവർക്ക് വേറൊന്നും വേണ്ട, അവർ എൻ്റെ കാര്യത്തിൽ വ്യാപൃതരായിരുന്നാൽ മതി. നമുക്കറിയാം, പിന്നീട് ഈ കുട്ടികളെ ഈ പ്രഥമ ആദ്യ ജാതരയൊക്കെ അവരുടെ യഹൂദന്മാരുടെ കുട്ടികളെ ഒരു പ്രാവിൻ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ആട്ടിൻ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒക്കെ കൊടുത്ത് വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ നല്ല വസ്തുക്കൾ മാത്രമേ ദൈവത്തിന് കൊടുക്കാവൂ. ദൈവം തിന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവികമായ കാര്യങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ എനിക്കെല്ലാം തികഞ്ഞ് മിച്ചം വന്നത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതല്ല. എനിക്ക് മിച്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും നല്ലത് തന്നെ വേണം ദൈവത്തിന് കൊടുക്കാനായിട്ട്. അത് ദൈവത്തിന് മാത്രമല്ല, ദൈവത്തിനെന്ന് പറയുമ്പോൾ അതിന് വിശാലമായ മറ്റൊരു ധ്വനി കൂടെയുണ്ട്. നമ്മൾ ആർക്ക് കൊടുത്താലും നല്ലത് മാത്രമേ കൊടുക്കാവുള്ളൂ. എനിക്ക് വേണ്ടാത്തതൊക്കെ കൊടുക്കരുത്. പലപ്പോഴും നമ്മൾ ഈ പഴയ തുണികളൊക്കെ കളക്ട് ചെയ്യുമല്ലോ, ദരിദ്രർക്ക് വേണ്ടിയിട്ട്, പാവങ്ങളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളുടെ യൂണിഫോമൊക്കെ കൊടുക്കും. ഒരു പക്ഷേ അത് നല്ല കാര്യം തന്നെയാണ്, എങ്കിലും തീർത്തും മോശമായതൊന്നും കൊടുക്കാതിരിക്കുക. പറ്റുമെങ്കിൽ പുതിയ വസ്ത്രം തന്നെ വാങ്ങിക്കൊടുക്കുക. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പിന്നെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളൊരു 10 പേരിൽ നിന്ന് ഉടുപ്പൊക്കെ കളക്ട് ചെയ്തു, അല്ല ഒരാൾ നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു. സ്വാഭാവികമായിട്ടും ആ പുതിയ വസ്ത്രം കിട്ടിക്കഴിയുമ്പോൾ അതേത് സംഘടനയോ വ്യക്തിയോ ആരെങ്കിലും ആവട്ടെ, അത് സ്വീകരിച്ച് ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് സന്തോഷമുണ്ടാകും, ഈ പറയുന്ന സംഘടനക്കാർക്ക് സന്തോഷമുണ്ടാകും. അവരിവരെ ഈ കൊടുത്തയാളെ പ്രത്യേകമായിട്ടൊന്ന് അഭിനന്ദിച്ചും വരും. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്?
മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത് തന്നെയായിരിക്കും അഹ്റോനും പറ്റിയത്. അതുകൊണ്ട് അഹ്റോനോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, പാപം നിൻ്റെ പടിവാതിൽക്കൽ ഒളിഞ്ഞിരിപ്പുണ്ട്, നീ അതിനെ കീഴ്പ്പെടുത്തണം. അത് നിന്നിൽ എപ്പോഴും ആഗ്രഹം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിരന്തരമായിട്ട് പാപമുണ്ട്, തിന്മയുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ വാക്കിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാകുന്നത് തൊട്ടടുത്ത് വാതിൽപ്പടിയിൽ തന്നെയുണ്ട്, നിൻ്റെ അടുത്ത് തന്നെയുണ്ട്, എങ്ങും അകലെയൊന്നും പോകണ്ട. അതായത് ഏത് നിമിഷവും നീ ഈ തിന്മയിൽ വീഴാം, ചെറിയൊരു കാര്യത്തിൽ പോലും വീഴാം. അങ്ങനെ വീഴിക്കാനായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് ഈശോയ്ക്ക് ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ. ആദ്യത്തെ 3 പ്രലോഭനങ്ങൾ നിങ്ങൾക്കറിയാം. ഗോപുരത്തിൽ നിന്ന് ചാടാൻ പറയുന്നു, അങ്ങനെ അത്ഭുതം പ്രകടിപ്പിച്ച് രക്ഷകനാൻ തെളിയിക്കാൻ. പിന്നെ അപ്പം വർദ്ധിപ്പിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയുന്നു, അങ്ങനെ വലിയ അത്ഭുതം പ്രവർത്തിച്ച് പ്രവാചകനാകാൻ അല്ലെങ്കിൽ രക്ഷകനാകാൻ. അതുപോലെ സർവ്വലോകത്തെയും കാണിച്ചു കൊടുത്തിട്ട്, സമ്പന്നതയും കാണിച്ചു കൊടുത്തിട്ട് പിശാചിനെ അല്പനേരത്തേക്കൊന്ന് കുമ്പിടണമെന്ന് പറയുന്നു. ഇതെല്ലാം നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളാണ്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് വേണം? അതിനെ അതിജീവിക്കാൻ കഴിവ് വേണം. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവത്തെ പരീക്ഷിക്കരുത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ കഴിയുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമല്ലേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് ഇതെല്ലാം. ഗോപുരത്തിൽ നിന്ന് വീണ് ചാടിക്കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്ന പോലെ ഞാൻ ദൈവമാണെങ്കിലും എൻ്റെ കാലൊടിയും, ദൈവത്തെ നീ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നാൽ ദൈവം അങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തീയിൽ ചാടിയാൽ വെന്ത് മരിച്ചു പോകും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ചുരുക്കത്തിൽ ഇപ്രകാരമുള്ള പാപം നമ്മുടെ പടിപ്പുരയിലുണ്ട്. അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും കയറി പിടിക്കും. എത്ര പുണ്യവാനാന്ന് പറഞ്ഞാലും ശരി, ഇതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തിന്മയെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. അതുകൊണ്ടാണ് അവൻ്റെ തലയെ ഇവൻ തകർക്കും. ആര്? ഈ വരാനിരിക്കുന്ന രക്ഷകൻ തകർക്കും. ഇന്ന് ആ തല ആരാണ്? ശരിക്കും പറഞ്ഞാൽ ദൈവം ഇസ്രായേലിനെ തൻ്റെ ജനതയായിട്ട് തിരഞ്ഞെടുത്തു, ഒരു പുരോഹിത ജനമായിട്ട് തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോകത്തിലുള്ള തിന്മയെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് പിന്നീട് അഹ്റോനെ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ അഹ്റോൻ്റെ വസ്ത്രം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചും, അതുപോലെ പുറപ്പാട് 39 അവൻ ആ വസ്ത്രം ധരിപ്പിക്കുന്നതിനെക്കുറിച്ചും, ലേവിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലും ഇതൊക്കെ. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ വസ്ത്രമല്ല എന്തിൻ്റെ അടയാളമാണ്? ഇവൻ മറ്റുള്ളവരുടെ പാപങ്ങൾ വഹിക്കണം, അവരുടെ ന്യായവിധി അഹ്റോൻ്റെ നെഞ്ചിലാണെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കാൻ കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി നമ്മൾ പരിഹാരം ചെയ്യാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആ ദൈവത്തിൻ്റെ ജനത ഇസ്രായേലല്ല, പുതിയ ഇസ്രായേലായ നമ്മളാണ്. നമ്മളോട് കർത്താവ് പറയുന്നത് എന്താണ്? നമ്മൾ അവിടുന്ന് തന്നെയായ മുന്തിരിച്ചെടി, ആ തായ്തടിയുടെ അതിൻ്റെ ശിഖരങ്ങളാണ്, ശാഖകളാണ്. നമ്മൾ ആ തായ്തടിയോട് ചേർന്നിരുന്നെങ്കിലേ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ പൗലോസ് വേറെ രീതിയിൽ തന്നെ അവതരിപ്പിക്കും. അതെങ്ങനെയാണ്? കത്തോലിക്ക സഭ എന്ന് പറയുന്നത്, ഈശോയുടെ സഭ എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത് അതൊരു ഭൗതിക ശരീരം, ഒരു ശരീരം പോലെയാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ശിരസ് കർത്താവാണ്, നമ്മളല്ല അതിൻ്റെ അവയവങ്ങളാണ്. ഈ കർത്താവ് ചെയ്ത അതേ പ്രവൃത്തികൾ ഈ ശരീരമാണ് ഇന്ന് ചെയ്യുന്നത്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരൂപത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് പോയത് എന്താണ്? ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ് ഞാൻ പോകുന്നത്, പോയി കഴിഞ്ഞാൽ ഈ സഹായകൻ വരും. ഈ സഹായൻ വന്നു കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഈശോ ഈ ലോകത്തിൽ വന്നത് തിന്മയുടെ തലയെ തകർക്കാൻ തന്നെയാണ്. തൻ്റെ തന്നെ ആത്മബലി കൊണ്ട്, സ്വയം ദാനം കൊണ്ടാണ് ആ പറയുന്ന കർത്തവ്യം നിർവഹിച്ചത്. എന്നിട്ടാണ് അവസാനം പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ട് പോയ കാര്യമുണ്ട്, കാല് കഴുകി കാണിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് കാണാം. നിങ്ങൾ പരസ്പരം കാല് കഴുകണം. ആ കാല് കഴുകൽ നമ്മളൊക്കെ പറയും ഒരു എളിമയുടെ പ്രതീകമാണ്. അല്ല, അത് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ അതേക്കുറിച്ച് പറഞ്ഞത് അത് ലോകത്തിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിൻ്റെ, പരിഹരിക്കുന്നതിൻ്റെ ഒക്കെ പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അപ്പം മുറിച്ചു കൊടുത്തതുപോലെ, കുരിശിൽ മരിച്ചതുപോലെ കർത്താവ് ചെയ്ത ഈ കൃത്യവും ഇതെല്ലാം മൂന്നും ഒരു കാര്യം തന്നെയാണ്. നിനക്ക് ഈ ലോകത്തെ രക്ഷിക്കണമെന്നുണ്ടോ? ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ജോലി അതാണ്, തിന്മയുടെ തലയെ തകർക്കണം. അങ്ങനെയെങ്കിൽ നീ ചില അവകാശങ്ങളൊക്കെ, ചിലതെല്ലാം മുഴുവൻ തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഞാൻ ചെയ്തതുപോലെ ഈ കാല് കഴുകൽ പ്രക്രിയ നീ എന്നും തുടരണം. ഇതാണ്, അതായത് ഒരു അടിമയെ കാല് കഴുകുകയുള്ളായിരുന്നു. അടിമയ്ക്ക് അവകാശങ്ങളില്ല. നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കും പോലെ അവകാശമുണ്ട്. അതേസമയത്ത് മേശയ്ക്കും കസേരയ്ക്കും അവകാശമില്ല. അവകാശമില്ലാത്ത ഈ ഒരു വസ്തുവിനെ പോലെ നീ ഈ ലോകത്തിൽ എന്ന് പെരുമാറാൻ പഠിക്കുന്നുവോ
അന്ന് മാത്രം നിനക്ക് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മുഴുവനായിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ എളുപ്പമൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയാണ് ലോക രക്ഷ സാധ്യതമാകേണ്ട. ഇതാണ് കർത്താവ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് അവൻ നിൻ്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞ അർത്ഥം പിന്നീട് ഈശോയുടെ തുടർച്ച തന്നെയായിട്ടുള്ള ഈ സഭാസമൂഹമാണ് ഈ ലോകത്തിലെ തിന്മയുടെ തലയെ തകർക്കുന്നത്. തിന്മയുടെ തലയെ തകർക്കുന്നത് എങ്ങനെയാണ്? അതിന് വിശുദ്ധ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ചില പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ ആയുധങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത് എന്ന് പറയും. നമ്മുടെ നാവിൽ എന്താണ്? ആ ഒരു വാള് ധരിക്കണമെന്നാണ് പറയുന്നത്. അതെന്താണ്? ദൈവവചനമാകുന്ന വാള്. ചുരുക്കത്തിൽ നമ്മൾ മനുഷ്യനെ ആക്രമിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളുകൊണ്ടാണ്. നമുക്കതിൽ ഉത്തരം പറയാൻ കഴിയണം. അങ്ങനെയാണ് ഈ ലോകത്തിലെ തിന്മയെ നമ്മൾ അതിജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യേണ്ടത്, തലയെ തകർക്കേണ്ടത്. പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മുടെ കുതികാലിന് പരിക്കേൽക്കും. നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട് എത്രയോ പേരെ കൊല്ലുന്നു, നിഷ്കരണം കൊന്നുകളയും. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. പൗലോസിനെ പറയാത്, കർത്താവിനോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവനോടുകൂടെ പീഡകൾ സഹിച്ചേ മതിയാകും. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം പറയും, അവനോടുകൂടി അവനിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും അവൻ നടന്ന വഴിയെ നടക്കണം, വേറെ മാർഗമൊന്നുമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളെ തന്നെ പരിത്യജിക്കണം, എങ്കിലേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ ഈ പറയുന്ന പ്രക്രിയ നമ്മൾ ആവർത്തിക്കുമ്പോൾ, തിന്മയുടെ തലയെ തകർക്കുക എന്നുള്ള ആ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ നമ്മുടെ കുതികാലിനെ എപ്പോഴും ഏറ്റുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളാരും അതിൽ മനസ്സുമടക്കരുത്. കാരണം എന്താണ്? കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നത്, ഞാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോയി എല്ലാവരെയും പഠിപ്പിക്കണം, യുഗാന്ത്യം വരെ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള ഈ പീഡനങ്ങൾ, കുതികാലിൽ പരിക്കേൽപ്പിക്കൽ എന്നും ഉണ്ടാകും. അതില്ലാതാകുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. അപ്പോഴോ കർത്താവ് നടപടി പുസ്തകം വായിച്ച് നോക്കിയേ, അവിടെയൊക്കെ എന്താ സംഭവിച്ചു? അപ്പസ്തോലന്മാർ, സ്ലീഹന്മാർ ഭയങ്കര പേടിത്തൊണ്ടന്മാരായിരുന്നു. അവർക്ക് പലപ്പോഴും നേരിടാൻ ഒന്നിനും ധൈര്യമില്ലായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരുന്നത്? അവർ പ്രാർത്ഥിക്കും. പക്ഷേ ആദ്യകാലത്തൊന്നും അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പത്രോസും കൂട്ടരൊക്കെ കരുതിയിരുന്ന ഈശോ വലിയ രാജാവാകും, അപ്പോൾ അവൻ്റെ ഇടത് മത്സ്യം മന്ത്രിമാരായിട്ടിരിക്കാം. അതുകൊണ്ടാണ് യാക്കോബ് യോഹന്നാനൊക്കെ വരുന്നത്, ഞങ്ങൾക്ക് ഇടത്ത് മലത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇവർക്കെല്ലാം മനസ്സിലായ ഒരു സമയമുണ്ട്. അതെപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, പെന്തക്കോസ്താ ദിവസം. അന്നാണ് അവർക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾക്കത് കാണാം. ഒന്നും മനസ്സിലാകാതെ പോയവർ കർത്താവ് വചനങ്ങൾ മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എവിടെ നിന്നാണ്? പുതിയ നിയമം അല്ലല്ലോ എന്നുള്ളത്, പഴയ നിയമത്തിൽ നിന്നാണ്. എന്നിട്ട് പറയുകയാണ്, ഭോഷന്മാരെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം ഈ വചനങ്ങളൊന്നും വായിച്ചിട്ട് മനസ്സിലാകാതെ പോയത്? ക്രിസ്തു വരുമ്പോൾ, രക്ഷകൻ വരുമ്പോൾ അവൻ സഹിച്ചു തന്നെ വേണ്ടായിരുന്നോ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ? അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അവർക്കവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ. ചുരുക്കത്തിൽ ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന അവൻ്റെ കുതികാൽ നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്ന കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ വചനം വായിച്ചേ മതിയാകും. അതുകൊണ്ടാണിത് നമ്മളെപ്പോഴും രൂപപ്പെടുത്തുമെന്ന് പറയുന്നത്. 6-ാം അധ്യായം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യം ഇതാണ്. 11-ാം വാക്യത്തിലൊക്കെ പറയും, 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ പല സ്ഥലത്ത് പറയും. ഈ വചനത്തിൽ നിങ്ങൾ ആവേശം കാണിക്കുക, അഭിലാഷം കാണിക്കുക, അത് നിങ്ങളെ രൂപപ്പെടുത്തും, നിങ്ങൾ തിന്മയിൽ നിന്ന് മോചിപ്പിച്ചു തരും. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ് ലീഗ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയും. അവിടെ പറയുന്നത് വചനം പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന് എല്ലാത്തിനും ഉപകരിക്കും. മാത്രമല്ല ഭക്തനായ മനുഷ്യൻ അതിലൂടെ നല്ല പ്രവൃത്തികൾ ചെയ്ത് പരിപൂർണത പ്രാപിക്കാനായിട്ട് ഇടവരുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ വചനം നമ്മൾ വായിച്ചില്ലെങ്കിൽ, ധ്യാനിച്ചില്ലെങ്കിൽ നമുക്കിതൊന്നും സാധ്യമല്ല. ഒരു പക്ഷേ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് പറ്റിയത് എന്താണ്? നമ്മളൊരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു, അതിലൂടെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ചികിത്സ കൊടുത്തു, മറ്റൊരുപാട് പരിശീലന കേന്ദ്രങ്ങൾ കൊണ്ടുവന്നു, നമ്മുടെ വൈദികരെ, സന്യസ്തരെയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശീലനങ്ങൾ കൊടുത്തു. പക്ഷേ ഈ വചനം വായിച്ചില്ല, കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയില്ല, എങ്ങനെയാണ് ഈ ലോകത്തിലെ തിന്മ കളയേണ്ടത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും മുഖം നോക്കാതെ ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ
തൻ്റെ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവായ ദൈവത്തോട്. അവിടുന്ന് പറയും, പിതാവേ, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണം. സത്യമെന്ന് പറയുന്നത് എന്താണ്? വീണ്ടും പറയും, അങ്ങയുടെ വചനമാണ് സത്യം. ആ സത്യത്താലാണ് അവരെ വിശുദ്ധീകരിക്കേണ്ടത്. വീണ്ടും പറയും, അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പൂർണ്ണമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ രീതിയിലുള്ളതാകും. അപ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ തിന്മയുടെ ശക്തി നമുക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങും. ഈ കായൻ തൻ്റെ ആ സഹോദരനെ ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചതുപോലെ നമ്മളെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ മനസ്സ് മുടക്കരുത്. ഇതാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ മാത്രം കഴിവുള്ളവരെ ഭയപ്പെടേണ്ട. ആത്മാവിനെ കൊന്ന് തള്ളാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഇതൊക്കെ നമുക്ക് നിരന്തരമായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ആ ഒരു പരിശീലനം കിട്ടുകയുള്ളൂ, ആ ഒരു ധൈര്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 12-ാം വാക്യം പറയുന്നത്, ഇതൊരു ഇരുതല വാളാണ്. ഇരുതല വാളെന്ന് പറഞ്ഞാൽ 2 വശത്തിന് മൂർച്ചയുള്ളത്. ഈ 2 വശത്ത് മൂർച്ചയുള്ള വാളായതുകൊണ്ട് അത് കയറിപ്പോകുന്ന സ്ഥലമെല്ലാം 2 വശം മുറിക്കും. മജ്ജയും മാംസവും എല്ലാം തുളച്ച് കയറും. അതുപോലെ നമ്മുടെ വികാരവിചാരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മളെ മാറ്റിമറിക്കും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിൻ്റെ ഈ സുവിശേഷ വ്യാഖ്യാനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ തിരികെ ഓടുകയാണ്. എങ്ങോട്ട്? ജെറൂസലത്തേക്ക്. അയ്യോ, നമുക്ക് തെറ്റുപറ്റി, ഇങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത് രക്ഷകൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെല്ലാം അടയാളങ്ങളായിട്ടാണ് അത്ഭുതങ്ങളെ പറയുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി, അതേക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് അവൻ തൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് ചെയ്ത ആദ്യത്തെ അടയാളമായിരുന്നത്. ഇത് കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു. അതായത് ഇവൻ തന്നെയാണ് വരാനിരിക്കുന്നത്. കാരണം ഈ രക്ഷകൻ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് സക്രിയ പ്രവാചകൻ്റെ പ്രവചനത്തിൽ. മുന്തിരിച്ചെടിയിൽ ഇങ്ങനെ കഴുതക്കുട്ടിയെ കെട്ടിയിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുന്തിരിച്ചാറ് വീഞ്ഞ് സമൃദ്ധമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം അടയാളമായിട്ട് എന്തിൻ്റെ? ഇവൻ തന്നെയാണ് രക്ഷകൻ എന്നുള്ള അടയാളങ്ങളായിട്ടാണ് അവിടെ അത് എഴുതിയിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തപ്പെടുത്തി എന്ന് പറയുന്നു. നമ്മൾ ചോദിക്കരുത്, അയ്യോ 5000 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നോ? 5000 പുരുഷന്മാരല്ലേ, അതിൻ്റെ കൂടെ ഒരു 6000 സ്ത്രീകൾ കാണില്ലേ, പിന്നെ ഒരു 3000 പിള്ളേർ കാണിയല്ലേ. അപ്പോൾ എത്രയായി? ഇത്രയും പേർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇത്രയും പേർക്ക് വിളമ്പണമെങ്കിൽ എത്ര പേര് വേണം? ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം എന്താണ്? അവിടെ പറയാനിരിക്കുന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ഇവൻ തന്നെയാണ് രക്ഷകൻ. രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. അവിടെ പഞ്ഞം ഉണ്ടാകില്ല, പടയുണ്ടാവില്ല. അതുകൊണ്ട് ഈ തലയെ തകർക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കടമയാണ് കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരമായിട്ട് ആ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഇതെല്ലാവരെയും പഠിപ്പിക്കുക. നമുക്ക് നമ്മുടെ പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുമുണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന സമൂഹങ്ങൾ, സമുദായങ്ങൾ. അവിടെയൊക്കെ ഈ സ്നേഹത്തിൻ്റെ, സ്വയം ദാനത്തിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. ഇത് മാത്രമേ യഥാർത്ഥ ലോകത്തെ രക്ഷിക്കാൻ മാർഗമുള്ളൂ. നമ്മളൊക്കെ പറയാറുണ്ട് യേശുവാണ് ഏകരക്ഷകൻ. അതിനെന്താ സംശയിക്കുന്നത്? യേശു പറഞ്ഞൊരു കാര്യം ഈ ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് യഹൂദന്മാർ പറഞ്ഞിരുന്നു, അവർ ചെയ്തിരുന്നു. പക്ഷേ അയൽക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ജാതി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈശോയോട് ചോദിക്കുന്നത്, ആരാണ് എൻ്റെ അയൽക്കാരനെന്ന്? അവർ പറഞ്ഞാൽ ആരും നിൻ്റെ അയൽക്കാരനാണ്. അപ്പോൾ ഈ ഈശോ പറഞ്ഞ കാര്യം എന്താണ് അവിടെ പറഞ്ഞത്? നിൻ്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണം. നിൻ്റെ ശത്രുവിനെ നീ ശപിക്കരുത്. അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് വേറെ ആരുണ്ടത് പറഞ്ഞത്? ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈശോയാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നത്. ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഈശോ പറഞ്ഞ സ്നേഹത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ക്ഷമിക്കലിൻ്റെയും മാർഗ്ഗമല്ലാതെ വേറെ എന്ത് മാർഗ്ഗമുള്ളത്? യുദ്ധം കൊണ്ടൊക്കെ ഒരുപാട് പേര് പരസ്പരം കീഴടക്കാൻ ശ്രമിക്കുന്നില്ലേ? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അനേകായിരങ്ങളുടെ ജീവൻ പോകുന്നതിലുപരിയായിട്ട് ഒന്നും നടക്കുന്നില്ല. അവിടെയെല്ലാം ഈ പറയുന്ന രീതിയിൽ കർത്താവിൻ്റെ വചനം അവരെല്ലാം സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയെല്ലാം സമാധാനമുണ്ടാകും. അത് സ്വർഗമായിത്തീരും. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ദൗത്യമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മളെ ഒരു പുരോഹിത ജനമാക്കിയിരിക്കുന്നത്. അങ്ങനെ ആ പുരോഹിത ദൗത്യം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.